അത് ഒന്നുമല്ല പ്രശ്നം. ഒന്ന് 2024 തിരുവാഭരണ കമ്മീഷണർ വേറൊരാളായിരുന്നു. പുതുതായി ഇദ്ദേഹം വന്നു. പുതിയ തിരുവാഭരണ കമ്മീഷണറായി ശ്രീ റജിലാൽ വന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. അത് അദ്ദേഹം തന്നെ പിന്നീട് സ്മാർട്ട് ക്രിയേഷനിൽ വിളിച്ച് ബന്ധപ്പെടുകയും ആ ധാരണ പെശകാണെന്ന് വരികയും അതനുസരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് ആ പ്രശ്നം പോയത്. അതൊക്കെ വെറും സാങ്കേതികമായൊരു പ്രശ്നം മാത്രമാണ്. എന്തു പറഞ്ഞാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2024 സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണികൃഷ്ണന് കൊടുത്തു വിട്ടില്ലല്ലോ ഞങ്ങൾ. അത് ഈ ഒരു വിഷയം അദ്ദേഹത്തിനുണ്ടായ ഒരു പാകപ്പിഴവാണ്. അതൊരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം കൃത്യമായി പിന്നീട് തന്നെ അത് വരുത്തുകയും ദേവസ്വം കമ്മീഷൻ റിപ്പോർട്ട് തരികയും അതനുസരിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2024 ശേഷം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് എല്ലാ തീരുമാനവും എടുത്തിട്ടുള്ളത് ബോർഡാണ്. കൊടുത്തുവിടണമോ കൊടുത്തുവിടേണ്ടതിൻ്റെ ഏതൊക്കെ രീതിയിലായിരിക്കണം അതിൻ്റെ രീതി എന്നുള്ളത് കൃത്യമായ 4 ഉത്തരവുകളാണ് തിരുവാഭരണ കമ്മീഷണർക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതല്ലാതെ സംശയത്തിൻ്റെ നിഴലിലാണ് എന്നൊരു വാർത്ത കൊടുക്കുമ്പോൾ അതൊരു ശരിയായ നടപടിയല്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ ആ വിഷയം തീർന്നല്ലോ. ആ വിഷയത്തെ സംബന്ധിച്ച് പിന്നെ ആ വിഷയം പറഞ്ഞല്ലോ, ഞാൻ ക്ലിയർ ചെയ്തല്ലോ. അപ്പം ഞാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സത്യസന്ധമായും സുതാര്യമായും തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ കൃത്യമായ നിലപാട് പറഞ്ഞു. ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ ബോർഡിൻ്റെ 4 ഉത്തരവുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾ പരിശോധിച്ചു. ഏത് കാര്യം പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ബോർഡ്, എന്തെങ്കിലും ക്രെഡിറ്റ് വന്നാൽ അത് ഉദ്യോഗസ്ഥൻ, അങ്ങനെ പറയരുത്. അത് ശരിയായ നിലപാടല്ല. അത് പോട്ടെ. ഇനി അടുത്ത കാര്യം ചോദിക്കും. അല്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പോൾ ഒരു കോടതിക്ക് പോലും പിന്നെ ഉത്തരവിൽ പറയാത്തൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ബോർഡ് അത് കൃത്യമായി ആലോചിച്ചും അത് മാനദണ്ഡങ്ങൾ പാലിച്ചും കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് കൊണ്ടുപോയത്. അല്ല, ഞാൻ പറയുന്നത് അതൊക്കെ പിന്നെ കാര്യങ്ങൾ വരികയല്ലേ. ഒന്ന് ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇനിയും അത് അന്വേഷിക്കേണ്ടതേ. ഞാൻ പറയാം, എന്താ നിങ്ങൾക്ക് അത്ര പ്രശ്നം എന്താ? അത് ഇനിയും അന്വേഷിക്കട്ടെ. എല്ലാം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ടല്ലേ SIT വരുന്നത്. ആ SIT അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറയുന്നത് അതെ, നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. കാരണം 2024 മുതൽ ഈ തിരുവാഭരണ കമ്മീഷണറായ സുനിലയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഉത്തരവുകൾ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. കാരണം ഈ 2024 മുതൽ ഇതുമായി ഈ ബോർഡ് ഈ തിരുവാഭരണവുമായി എടുത്തിട്ടുള്ള 4 ഓർഡറാണ്. ആ 4 നിങ്ങൾക്ക് തരാം. ആ 4 നിങ്ങൾക്ക് തരുമ്പോൾ ആ ക്ലാരിറ്റി വരും. അതായത് ഈ പുള്ളി വന്നതിന് ശേഷം ഈ പുള്ളി പറയുന്നതല്ല. അത് ആ 4 നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ലല്ലോ. ഞാൻ പറയുന്നത് 4 ബോർഡ് തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അതല്ലാതെ ഇദ്ദേഹം വന്നിട്ട് മാത്രമാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതല്ല. അദ്ദേഹം അത് കൃത്യമായി അത് മൊഴി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കൃത്യമായി കമ്മീഷണർ അറിയിക്കുകയും ചെയ്തു. കമ്മീഷണർ ദേവസ്വം ബോർഡിന് തന്നു. ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തു. അല്ലാതെ ഒരു തിരുവാഭരണ കമ്മീഷണർക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ. തിരുവാഭരണ കമ്മീഷണർ ഇതിൻ്റെ അധികാരിയാണെങ്കിലും തീരുമാനമെടുക്കുന്നത് ബോർഡല്ലേ. ആ തീരുമാനം ബോർഡ് കൃത്യമായി എഴുതിയിട്ടുണ്ട്. സുനില തിരുവാഭരണ കമ്മീഷണർ പിന്നെ ആയത് മുതലുള്ള 4 പിന്നെ ഉത്തരവുകളാണ് ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന്. ഈ 4 മാതൃഭൂമിക്ക് തന്നേക്കാം, എല്ലാവർക്കും തന്നേക്കാം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ പറയുന്നത് അത് കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞല്ലോ. അത് ഏത് നവംബറിൽ? ആ 4 ഞാൻ തന്നേക്കാം. ഞാൻ 4 തന്നേക്കാം. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. നിങ്ങൾ വായിച്ചു. നിങ്ങൾ 4 ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം. 4 നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ഇത് മനസ്സിലാവുമല്ലോ. ശരി, പിന്നല്ലാതെ പിന്നെ ഇത് പറയുന്നതിനൊക്കെ വല്ല മാന്യത വേണ്ടേ? ഓക്കെ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് 2019 ആവട്ടെ, 2098 മുതലാവട്ടെ, 98 മുതൽ ഇതുവരെയുള്ള ഞാൻ അന്നും ഇന്നും എൻ്റെ നിലപാട് സുവ്യക്തമാണ്. എൻ്റെ നിലപാടായാലും സർക്കാരിൻ്റെ നിലപാടായാലും സുവ്യക്തമാണ്. അപ്പോൾ 98 മുതൽ ഇതുവരെയുള്ള ഏത് 2025 വരെയുള്ള ഏത് ബോർഡിൻ്റെ കാര്യവും ഏത് ഉദ്യോഗസ്ഥന്മാരും അന്വേഷിക്കട്ടെ. അതാണ് ഞങ്ങളുടെ നിലപാട്.
അത് അന്വേഷിക്കാനാണല്ലോ ഇപ്പോൾ ഒരു പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വച്ചിരിക്കുന്നത്. അവരന്വേഷിക്കേണ്ടതേ. പ്രധാനപ്പെട്ട ഒരു ഇവർക്ക് അതിൻ്റെ സാങ്കേതിക പരിജ്ഞാനമില്ല എന്ന് തിരുവാഭരണ കമ്മീഷൻ പറയുമ്പോൾ അത് പിന്നെ അത് എൻ്റെ പൊന്ന് പ്രശാന്ത്, നീ മനസ്സിലാക്കേണ്ടത് അത് അയാൾക്ക് തന്നെ തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് കൃത്യമായി അയാൾ ഇങ്ങോട്ടൊരു ഉത്തരവ് തന്നിട്ടുണ്ട്. പിന്നെ എന്തിനാ അധികാരി കിടന്ന് പിടിക്കുന്നത്? ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, അയാളെ കൊടുത്തുവിട്ടില്ലല്ലോ. അത് ഈ ബോർഡ് തീരുമാനിച്ചുകൊണ്ടല്ലേ? അല്ല ഒരു തിരുവാഭരണം അങ്ങനെയൊന്നുമല്ല. ഒരു തിരുവാഭരണം കമ്മീഷണർ തീരുമാനിച്ചാൽ തടയാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഈ തിരുവാഭരണം കമ്മീഷണർ റജിലാൽ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കമ്മീഷണർ സുനിലയായിരുന്നു. ആ സുനിലയ്ക്ക് അയച്ച ഉൾപ്പെടെയുള്ള 4 തീരുമാനങ്ങൾ നിങ്ങൾ അങ്ങോട്ട് തന്നേക്കാം. അത് നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ. വീണ്ടും അത് തന്നെ പറഞ്ഞിട്ട് എന്താ ചെയ്യാം? 2024 കാലത്ത് ഒരുപാട് സ്പോൺസർ എന്ന നിലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഞാൻ പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചില്ലല്ലോ. 2021 ഒരു ചാനൽ ഇത് പ്രഖ്യാപിക്കുമ്പോഴാണല്ലോ നിങ്ങളെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് ഇറങ്ങുന്നത്. അതിനുമ്പോൾ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് എത്രയോ അവതാരങ്ങളുണ്ടായിരുന്നു അതിനു മുമ്പ്, എത്രയോ വർഷങ്ങളായി. പക്ഷേ ഞങ്ങൾക്ക് ഇത്തരം ചില ചൂഷണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഞങ്ങളുടെ സ്പോൺസർ കോർഡിനേറ്റർമാക്കി. ഞങ്ങൾക്ക് ഇങ്ങനെ കോർഡിനേറ്റർമാരില്ല. അതിപ്പോഴൊന്നും അല്ലല്ലോ, അത് നിങ്ങളൊന്നും പറഞ്ഞിട്ടും അല്ലല്ലോ. 8 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പി ആർ ഒയിൽ തന്നെ വേറെ ഒരാളും ശബരിമലയിലെ പേരിൽ പല പണപ്പിരിവുകളും പല പിന്നെ ചൂഷണവും നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങളുടെ പി ആർ ഒയെ തന്നെ പിന്നെ സ്പോൺസർ കോർഡിനേറ്ററാക്കി മാറ്റിയത്. അതൊന്നും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് സ്വയം ചില ഇൻഫർമേഷൻസ് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്തത്. പിന്നെ എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് വന്നാൽ അതെല്ലാം ചില ഉദ്യോഗസ്ഥന്മാർക്ക്, എന്തെങ്കിലും കുഴപ്പം വന്നാൽ അയ്യോ ബോർഡ് സംശയത്തിനില്ല അതൊന്നും പറഞ്ഞതിൽ ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ ബോർഡ് വരെയുള്ളത് നിങ്ങൾ പുതിയ ഒരു ടീം വന്നിരിക്കുകയല്ലേ, ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമല്ലേ, ഹൈക്കോടതിയിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരമല്ലേ ആ ടീം വരട്ടെന്ന് അന്വേഷിക്കേണ്ടതേ. അതിലെന്താ കുഴപ്പം? ഈ ഉദ്യോഗസ്ഥൻ്റെ മൊഴിയും എടുക്കട്ടെ, എന്താ തർക്കം? ഈ കാലാകാലങ്ങളായിട്ട് അവിടെ നിന്ന് ഈ പഴയ സാധനങ്ങളാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ തിരിച്ചു കൊണ്ടുവന്നതെല്ലാം അതിൽ തന്നെയാണോ സ്വർണം പൂശി കൊണ്ടുവന്നതെന്ന് അറിയേണ്ടതുണ്ട്. അതായത് കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന ബോർഡ് ആവശ്യപ്പെടുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ടീം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ഒരുപാട് ഈ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടും തിരുവാഭരണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാം അന്വേഷിക്കേണ്ടതാണ്. അതിൻ്റെ കാലപ്പഴക്കം പിന്നെ നിർണ്ണയിക്കേണ്ടതാണ്. ഈ കാലപ്പഴക്കമൊക്കെ അല്ലെങ്കിൽ ഈ ഒരു പുരാവസ്തു വാല്യൂ ഒക്കെ നിശ്ചയിക്കുന്നതിൽ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല വിദഗ്ധമായ ഏജൻസി വേണം. ഈ അന്വേഷണമൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ തീരുമാനമെടുക്കേണ്ടത് അതൊക്കെ തീരുമാനിക്കപ്പെടണം. ഒരു കാര്യം പറയുന്നു, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകൾക്കും എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദുരൂഹതകൾക്കും ഒരു അവസാനം വേണം എന്നുള്ളതാണ് ഈ ബോർഡിൻ്റെ നിലപാട്. ഞങ്ങൾ അങ്ങനൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ മണ്ഡലകാലം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വർണത്തിന്റെ അളവ്, അതിനുശേഷം 2019 സ്വർണം പൂശിയതിനു ശേഷം ഉള്ള അളവ് അതിലും എത്രയോ താഴെയാണ്. അതിലും കുറഞ്ഞിരിക്കുകയാണ് ഇത്തവണ പൂശി വന്നപ്പോൾ. അപ്പം അത് അവിടെ ഒരു നോട്ടം. പക്ഷേ അതെനിക്ക് മനസ്സിലാവുന്നില്ല. 2000 ഇവിടെ ആരാ കുറഞ്ഞെന്ന് പറഞ്ഞത്? ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ എന്താ പറയുന്നത്? അതിലൊക്കെ എനിക്ക് തോന്നുന്നില്ല റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. അതായത് ഇപ്പോൾ അവിടെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ പിന്നെ 38 കിലോ സംതിങ് ഗ്രാം, പിന്നെ സ്വർണത്തിൻ്റെ അളവ് 394 ഗ്രാം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 പാളികളിലായിട്ടായിരുന്നു 38 കിലോ. 14 പാളികൾ കൊണ്ടുപോകേണ്ടി വന്നില്ല, 12 പാളികളാണ് കൊണ്ടുപോയത്. 12 പാളികളിൽ ഉണ്ടായിരുന്ന ആകെ തൂക്കം എന്ന് പറയുന്നത് 22 കിലോ സംതിങ് ആണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അംശം എന്ന് പറയുന്നത് 281 ഗ്രാമാണ്. തിരിച്ചത് അവിടെ കൊണ്ടുപോയി തൂക്കനഷ്ടമൊക്കെ കൂടി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 14 പാളികളിലുമായി ഇപ്പോൾ പിന്നെ 38 കിലോയും 407 ഗ്രാം. അതിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് വരുമായിരിക്കും. 400 ഉറപ്പായിട്ടും പിടിച്ചെടുക്കണം. എന്താ സംശയം? പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ കൃത്യമായി ഇതിനെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന് സർക്കാരിനോടല്ലല്ലോ ആവശ്യപ്പെട്ടത്, ഞങ്ങൾ കോടതിയോടല്ല ആവശ്യപ്പെട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാനാണ് കുഴപ്പക്കാരനെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ഞാൻ അതുകൊണ്ടല്ലേ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയുന്നത്. ദേവസ്വം മന്ത്രിയായാലും ബോർഡായാലും സമഗ്രമായ അന്വേഷണം വേണം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ടായിരുന്നെങ്കിൽ കോടതിയോട് ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടൂ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ്. ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടു പോകുവാൻ ഈ സർക്കാരോ ഈ ദേവസ്വം വകുപ്പ് മന്ത്രിയോ പിന്നെ ദേവസ്വം ബോർഡോ കൂട്ടു നിന്നിട്ടില്ല എന്ന് ആത്മവിശ്വാസത്തോടു കൂടി ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെട്ടത്. അതിന് ഇടകൊടുക്കുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പ്രശാന്തിൻ്റെ സംശയത്തിന് ഞാൻ 4 ഉത്തരവും ഞാൻ അങ്ങോട്ട് ഇട്ടുതരാം. അതൊന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ മറുപടി പറയും. ഇത് ഏതെങ്കിലും ഒരു ഉത്തരവിൽ
ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്. ഇതിപ്പോ ഉദ്യോഗസ്ഥരുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ബോർഡിന്റെ ഒരു തീരുമാനമാണ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ 2019 ഈ പറഞ്ഞ ബോർഡ് നേതൃത്വത്തിൽ അതൊക്കെ അന്വേഷിക്കട്ടെന്നേ. അതൊക്കെ അന്വേഷിക്കാനാണല്ലോ പുതിയൊരു ഏജൻസി വന്നിരിക്കുന്നത്. സമാന്തര അന്വേഷണം നടത്തരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ഷമിക്കൂ. നിങ്ങൾ ആറാഴ്ച നിങ്ങൾ ക്ഷമിക്കൂ. ഇങ്ങനെ സമാന്തര അന്വേഷണവും സമാന്തര വാർത്തകളും കൊടുക്കല്ലേ. നിങ്ങൾ ഭക്തരെ പരിഭ്രാന്തിയിലാക്കരുതേ. നിങ്ങൾ 6 ആഴ്ച കൂടെ ക്ഷമിക്കൂ. കോടതിയും പറഞ്ഞിരിക്കുന്നത് അതല്ലേ. 6 ആഴ്ച കഴിയുമ്പോൾ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിനിപ്പോൾ എന്താ കുഴപ്പം? തെറ്റ് ചെയ്യോ അങ്ങനെയൊന്നുമില്ല. അതൊന്നുമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ഒരു റിപ്പോർട്ട് വരുമ്പോൾ എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാമല്ലോ. ആ വ്യാഖ്യാനമൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ആ വ്യാഖ്യാനങ്ങളൊന്നും ശരിയല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം 4 ഉത്തരവുകളാണ് ഈ ബോർഡ് ഇറക്കിയിട്ടുള്ളത്. ആ 4 ഉത്തരവിലും കൃത്യമായ നിലപാടാണ് ബോർഡ് ഒരേ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതിൽ പുതുതായി വന്ന ഉദ്യോഗസ്ഥരുണ്ടായ ഒരു കൺഫ്യൂഷൻ മാത്രമാണത്. അത് കൃത്യമായി അത് മാറി എന്ന് രണ്ടാമത്തെ കത്തിൽ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കുകയും കമ്മീഷണർ ആ തീരുമാനം ഞങ്ങൾക്ക് അയക്കുകയും ഏറ്റവും ഒടുവിൽ കൃത്യമായ ഉത്തരവാണ് ഇറക്കിയിട്ടുള്ളത്. ഈ ഉത്തരവിലൊന്നും ഒരു ക്ലാരിറ്റി കുറവും ബോർഡിനും ഇല്ല, ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ല. അല്ല, പോറ്റിക്ക് ഉള്ളിൽ കൊടുത്തുവിടരുന്നുള്ള എൻ്റെ നിർദ്ദേശം തന്നെയായിരുന്നു. എന്താ സംശയം? ഞാൻ ആത്മവിശ്വാസത്തോട് പറയുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരു കാരണവശാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചത് സാർ ഞങ്ങളത് കൊണ്ടുപോയിക്കോളാം. ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിക്കുകയാണ്, അതെങ്ങനെ തരാൻ പറ്റും? ഇത് കേക്ക് ഞാൻ പറഞ്ഞു, അതെങ്ങനെ കൊടുത്തുവിടാൻ പറ്റും? ഇത് ദേവസ്വം ബോർഡിൻ്റെ ഒരു സ്വത്തല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യവും ഞങ്ങളതിലാണ് തന്നുവിട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ആയിരിക്കും, പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ തരാൻ പറ്റും. നിങ്ങളങ്ങോട്ട് വന്നേക്കൂ, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവൊന്നും വഹിക്കാൻ എനിക്ക് മാർഗ്ഗമില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ ചിലവ് എന്തിനാണ് വഹിക്കുന്നത്? നിങ്ങൾ വഹിക്കേണ്ട കാര്യം എന്താ? അത് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുമല്ലോ എന്ന് പറയുകയും അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. അതിൽ ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവില്ല. ഈ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മുടെ ചർച്ചയിൽ താങ്കൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വന്ന വിജിലൻസ് റിപ്പോർട്ടിൽ ഇതിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ വിജിലൻസ് റിപ്പോർട്ടൊന്നും വിജിലൻസ് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ വിജിലൻസ് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. എന്നോട് ചോദിക്കുകയോ എന്നോട് പറയുകയോ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞാലേ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിജിലൻസ് എന്താ പറ്റിയത്? ആ വിജിലൻസിൻ്റെ മുന്നിൽ വന്ന ആ ഉദ്യോഗസ്ഥൻ്റെ 2 കത്തിലുണ്ടായ ഒരു ആശയക്കുഴപ്പമാണ്. രണ്ടാമത്തെ കത്തിൽ ആ ഉദ്യോഗസ്ഥൻ തന്നെ അത് ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ദേവസ്വം കമ്മീഷണറേക്ക് വിട്ടു. ദേവസ്വം കമ്മീഷണർ ബോർഡിലേക്ക് വിട്ടു. ബോർഡ് അന്തിമ തീരുമാനം എടുത്തു. അതിപ്പോൾ എന്താ കുഴപ്പം? അതിലൊന്നും യാതൊരുവിധ ക്ലാരിറ്റി കുറവുമില്ല. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ അവരോട് അടുത്ത് വരുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് വഴി പറയട്ടെന്നേ, എന്നെ പ്രതിയാക്കട്ടെന്നേ. അതുകൊണ്ട് പ്രശാന്തിൻ്റെ പ്രശ്നം തീരുമല്ലോ. വലിയ ആശങ്ക ഭക്തരിലൊക്കെ തന്നെയാണ്. ഈ ഒരു അന്വേഷണം എന്തായാലും ഇതിനിടയിൽ പൂർത്തിയാവാൻ സാധ്യത കുറവാണ്. ഈ മണ്ഡലകാലത്ത് ഇതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു? അതാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ആശങ്ക ഉണ്ട്. കാരണം ഈ മണ്ഡലകാലത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഭക്തരുടെ ഒരു ആശങ്കയുണ്ട്. അതുണ്ടാകാൻ പാടില്ല. അവിടെ വരുന്ന ഭക്തർക്ക് പരമാവധി സൗകര്യങ്ങൾ അവർക്ക് സംതൃപ്തമായൊരു മണ്ഡലകാലം പ്രദാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടികളായാലും എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണം. ഞങ്ങളതിൻ്റെ ഒരു അശ്രാന്തമായ പരിശ്രമത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരാഴ്ച ഞാൻ ശബരിമലയിലുണ്ടായിരുന്നു. ആ ശബരിമലയിലെ മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ടുമൊക്കെ ആസൂത്രണം നടത്തിയിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അന്ന് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കുറേ വർക്കുകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ പ്രസിഡന്റ് വരുന്നു, പ്രസിഡന്റ് സന്ദർശനവുമായി ബന്ധപ്പെട്ടും നമുക്ക് കുറേ വർക്കുകൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ശബരിമല മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് കൂടുതൽ സഹായകമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ പ്രസിഡന്റിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ പൂർത്തിയായി വരുന്നു. 22-ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവിടെ വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിൽ കാര്യങ്ങൾ നന്നായി മുന്നോട്ട് പോവുകയാണ്. ഈ യുവതീ പ്രവേശനം ബന്ധപ്പെട്ട് അന്ന് വലിയ പ്രക്ഷോഭമൊക്കെ നടന്നതാണ്. സമാനമായിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമുണ്ടോ? അല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം കഴിഞ്ഞ 3-4 വർഷക്കാലമായി അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ 3-4 വർഷക്കാലമായി കൃത്യമായ ആചാരങ്ങൾ സംരക്ഷിച്ചുകൊണ്ടും കൃത്യമായ ആചാര രീതികൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ മുന്നോട്ട് പോകുന്നത്. അതിലൊന്നും ഒരു ആശങ്ക ഉണ്ടായിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിങ്ങളുടെയൊക്കെ സഹായത്തിൻ്റെ ഭാഗമായി തന്നെ 54 ലക്ഷം ആളുകൾ വന്നിട്ടും ഒരാൾ പോലും പരാതി പറയുന്നൊരവസ്ഥ ഉണ്ടായില്ലല്ലോ. അതെല്ലാം ഈ ബോർഡും ഈ സർക്കാരും ഒക്കെ തന്നെ നേതൃത്വം കൊടുത്തത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. അവിടെ വരുന്നൊരു ഭക്തന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളൊരു 6 ആഴ്ച കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം.
എന്തായാലും ഇത് വരട്ടെ. ഇന്നിപ്പോൾ നിങ്ങൾ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയല്ലേ, വരട്ടെ. ഒരു പുതിയ ടീമാണ്, ആ ടീമിൽ ആർക്കും വിശ്വാസം ഇല്ലാതില്ലല്ലോ. ഹൈക്കോടതി നിയോഗിച്ച ടീമല്ലേ, ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലല്ലേ നടക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് സീല് വെച്ച കവറിൽ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സമിതിയിലുള്ള വിശ്വാസ്യത ഉണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സഹകരിക്കണം. കാരണം അതല്ലെങ്കിൽ അങ്ങനെ അല്ലെന്ന് പറയണം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വിശ്വാസമാണ്, കേരളത്തിലെ ഭക്തജനങ്ങൾക്കും കോടതിയുടെ നിരീക്ഷണത്തിൽ നടത്തുന്ന അന്വേഷണം തൃപ്തികരമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അത്രേ ഉള്ളൂ കാര്യം. അല്ല, തിരുവനന്തപുരം കമ്മീഷൻ വിഷയം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ ഒരു വിശ്വാസക്കുറവില്ലല്ലോ. സമരം അല്ല, ഉറപ്പായിട്ടും പിന്നെ ഈ വിരമിച്ച ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെൻഷൻ തടഞ്ഞു വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത് പ്രായോഗികമല്ല. അപ്പോൾ ബോർഡ് കൂടി ഞങ്ങൾ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെടുന്നുണ്ട്. ആ സർവീസ് കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് കുറ്റാരോപിതരല്ലേ ഉള്ളൂ. അപ്പോൾ ശിക്ഷിക്കപ്പെട്ടാൽ ഇതിൻ്റെ ഭാഗമായി, ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി അവർ കുറ്റം ചെയ്തിട്ടെന്ന് ഒന്ന് ഉറപ്പാക്കിയാൽ ഉറപ്പായും അവരുടെ പെൻഷൻ തടയുകയോ മറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ചെയ്യാൻ പറ്റുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അല്ല, അവർക്ക് 14-ാം തീയതി നമ്മൾ തീരുമാനിക്കും. 14-ാം തീയതി നോക്കാം. നമുക്ക് പ്രതിപ്പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഉറപ്പായിട്ടും 14-ാം തീയതി ബോർഡ് കൂടി തീരുമാനിക്കും. അല്ല, ഇതിൽ മുരാരി മാത്രമല്ലല്ലോ, ഏതാണ്ട് 9 ഉദ്യോഗസ്ഥരുടെ പേരും പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് സർവീസിലുള്ള 2 പേരേ ഉള്ളൂ. അതുണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ബാക്കി പെൻഷൻകാർക്ക് സ്വാഭാവികമായി നമ്മൾ പെൻഷനൊന്നും തടഞ്ഞു വയ്ക്കാൻ പറ്റില്ല. കാരണം പെൻഷൻ എന്ന് പറയുന്ന ഒരു ജീവനക്കാരൻ്റെ അവകാശമാണ്. അപ്പോൾ അത് ഈ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നമുക്ക് പെൻഷൻ പിടിക്കുകയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായ നഷ്ടം തിരിച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. അതെല്ലാം ഇത് തെളിഞ്ഞതിന് ശേഷമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സർവീസുള്ളവർ സസ്പെൻഡ് ചെയ്തല്ലോ. ബാക്കി കാര്യങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരട്ടെ, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, അതിനുശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ.